മറ്റൊരു കാര്യം, ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് നിലമ്പൂരിലെ ജനങ്ങളിലുള്ള പ്രതികരണം എനിക്കറിയാം. അത് കണക്കാക്കിക്കൊണ്ടാണ് ഇത് ആലോചിച്ച് ചെയ്യണമെന്ന് UDF ലീഡർഷിപ്പിനോട് ഞാൻ പറഞ്ഞിരുന്നത്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ നമുക്കറിയാം CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാനുള്ളൊരു ശ്രമം കഴിഞ്ഞ 2 മാസം മുമ്പ് നടന്നതാണ്. കോൺഗ്രസുകാർക്കൊക്കെ അറിയുന്ന കാര്യമാണ്. CPM അത് കൺസിഡർ ചെയ്യുകയും പാർട്ടിയിൽ ചർച്ച നടത്തുകയും ചെയ്തപ്പോൾ ഒരു കാരണവശാലും CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് നിലമ്പൂരിലെ മുഴുവൻ LCയും AC-യും എടുത്തതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം പിന്നീട് അതിന് പിൻവാങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായും മറുപാളയത്തിലേക്ക് പോകാൻ ശ്രമിക്കുകയും അവിടുന്ന് രക്ഷയില്ലാതെ തിരിച്ചു വരികയും ചെയ്ത ജനങ്ങൾ, ഞാൻ ഈ പറയുന്ന പബ്ലിക് ഒപ്പീനിയൻ അദ്ദേഹത്തിന് എതിരാണ്. ആ നിലക്കാണ് ഞാനത് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യുന്നു എന്നാണ് ഞങ്ങളെ ചോദ്യം. 2 ദിവസം കൂടെ ഞങ്ങൾ ഡിക്ലറേഷന് ശേഷം ഷൗക്കത്തിന്റെ കാൻഡിഡേച്ചർ നിലമ്പൂരിലെ ജനങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത്, അദ്ദേഹത്തിന് പിന്തുണ നൽകുമോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ട്. ആ പഠനത്തിന് ശേഷം ഞങ്ങളൊരു തീരുമാനമെടുക്കും. അത് ഞങ്ങൾ പാർട്ടി സ്റ്റേറ്റ് ലെവലിൽ ചെറിയ പാർട്ടി, എത്ര പോകുന്ന പാർട്ടിയാണ് ഈ ആ പാർട്ടിക്കാണെങ്കിൽ ഞങ്ങൾക്കതിന് കൂട്ടുത്തരവാദിത്തമുണ്ട്. ഞങ്ങൾ കൂടിയാലോചനകൾ നടത്തിയിട്ട് അതിലൊരു തീരുമാനമുണ്ടാകും. അല്ല, അതാണല്ലോ പോയി പറഞ്ഞ മലയാളത്തിലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 ദിവസത്തെ സമയം നമുക്ക് വേണം. ഞങ്ങൾ ഈ കാര്യങ്ങൾ പഠിക്കണം. പഠിച്ചതിന് ശേഷം ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയാലോചനകൾ നടത്തിയിട്ട് ഞങ്ങളൊരു തീരുമാനമെടുക്കും. ഈ 2 ദിവസത്തെ സമയം എന്ന് പറയുന്നത് ആ മണ്ഡലത്തിലെ ജനങ്ങളുമായി ഞങ്ങൾക്ക് സംസാരിക്കേണ്ടതുണ്ട്. അവിടുത്തെ സാമുദായിക സാംസ്കാരിക നേതാക്കളുമായി സംസാരിക്കേണ്ടതുണ്ട്. ഇവരുടെയൊക്കെ ഒപ്പീനിയൻ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാടായിരിക്കും. എന്താണ് ഈ ഉറപ്പ്? എനിക്കതാ മനസ്സിലാവാത്തത്. അല്ല, സ്വാഭാവികമല്ലേ മുസ്ലിം ലീഗ് ലീഡർഷിപ്പുമായി എങ്ങനെ ചർച്ച നടത്താതിരിക്കുക? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയാണല്ലോ UDFന്റെ നട്ടെല്ലായി നിൽക്കുന്നത്. അവർക്ക് കൃത്യമായ പൊളിറ്റിക്കൽ കാൽക്കുലേഷനും എയിമും ഉള്ള പാർട്ടിയാണ്. കൃത്യമായ സംഘടനാ സെറ്റപ്പ് ഉണ്ട്. കേരളത്തിലെ രാഷ്ട്രീയത്തെ കൃത്യമായി വിശകലനം ചെയ്യാനുള്ള അതിശക്തമായ ശേഷിയുള്ള ആളാണ് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അതിനോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന തങ്ങളാണ് ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ. അവർക്കൊക്കെ രാഷ്ട്രീയമായിട്ട് ഈ കാര്യങ്ങൾ കണ്ടറിയാനും ഈ പിണറായിസത്തെ അവസാനിപ്പിക്കാനുള്ള രാഷ്ട്രീയ സ്ട്രാറ്റജിയെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരുമാണ്. അപ്പം സ്വാഭാവികമായിട്ടും ആ ലീഡർഷിപ്പുമായി ഞാൻ സംസാരിക്കാതിരിക്കുമോ? അത് ഇപ്പോഴും സംസാരിച്ചിട്ടുണ്ട്, ഇന്നലെയും സംസാരിച്ചിട്ടുണ്ട്, ഇന്നും സംസാരിക്കുന്നുണ്ട്, നാളെയും സംസാരിക്കും. 2 ദിവസം കൊണ്ട് തീരുമാനത്തിലെത്തുമെന്ന് പറഞ്ഞു. അതുവരെ ഷൗക്കത്തിന് വേണ്ടി പ്രചാരണത്തിന് അറിയില്ല. ഇല്ല, ഒരു പ്രചാരണം ഞാൻ ഇവിടെ ഉണ്ടാവും. ഒരാൾ ചോദിക്കൂ, 2 ദിവസത്തെ പഠനത്തിന് ശേഷം ഷൗക്കത്തിന് വിജയ സാധ്യത ഉണ്ടെന്ന് തെളിഞ്ഞാൽ, ബോധ്യപ്പെട്ടാൽ പിന്നീട് UDFന്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും. അല്ല, അപ്പൊ ഞങ്ങൾ ആലോചിക്കും. ഞങ്ങൾ പഠനം കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് കമ്മിറ്റി കൂടി ആലോചിക്കും. UDF പ്രവേശനം ഇതുമായിട്ട് എന്താ ബന്ധം? ഞാൻ എന്തിനാ രാജിവെച്ചത്? ാണല്ലോ ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയുന്ന, ഇടതുപക്ഷ മുന്നണി എന്ന് പറയുന്നത്, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നിരുന്നത് ആ പാർട്ടിയുടെ മതേതര സ്വഭാവവും സോഷ്യലിസ്റ്റ് സ്വഭാവവും കണക്കിലെടുത്തു പോയിരുന്നത്. നമ്മളൊന്നും കമ്മ്യൂണിസം പഠിച്ചിട്ട് അതിനോട് സഹകരിച്ചതല്ല. ഈ നാട്ടിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്യുന്ന പാർട്ടി എന്ന നിലക്കായിരുന്നു നമ്മളൊക്കെ അതിന് പിന്തുണ കൊടുത്തിരുന്നത്. ആ അവസ്ഥയിൽ നിന്ന് ഞങ്ങളുടെ പാർട്ട്ണറാണ് എന്ന അഭിമാനത്തോടു കൂടി പറയുന്ന വാസവൻ മിനിസ്റ്ററെ കണ്ട കാലമാണിത്. ആ വാസവൻ മിനിസ്റ്റർ ആ പ്രഖ്യാപനം നടത്തുമ്പോൾ 100 രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സഹോദരിമാർ, ആശാ വർക്കർമാർ കാസർഗോഡിൽ നിന്ന് പട്ടിണി സമരം തിരുവനന്തപുരത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തും അവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സോഷ്യലിസ്റ്റ് ആ മേഖലയിൽ നിന്ന് ഈ പാർട്ടി പുറകോട്ട് പോയി. പിന്നെ ഉണ്ടായിരുന്നത് എന്താണ്? സെക്യുലറിസമാണ്, മതേതരത്വം. ഈ 2 കാര്യങ്ങളാണ് എന്നെയും അബ്ദുറഹ്മാനെയും ജലീലിനെ